ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ഹിമേഷ് രേഷ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഹിമേഷ് കൂടുതൽ സംസാരിക്കുന്നതിന്റെ അർത്ഥം തന്നെ പറ്റി പുകഴ്ന്ന് സംസാരിക്കുന്നതാണ്. താങ്കൾ തന്നെ ഇത് അംഗീകരിക്കുന്നുണ്ട്. താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ 4 പ്രാവശ്യം താങ്കളുടെ പ്രവർത്തികൾ മാറ്റി. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. അതിനുശേഷം 4 പ്രൊഫഷണൽസ് മാറിയതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ 4 തവണ ഞാൻ ക്ഷമയും ചോദിച്ചു. പ്ലീസ് ഫോർഗിവ് മീ, ഞാൻ അറിയാതെ ചെയ്തു പോയതാന്ന് പറഞ്ഞു. പക്ഷേ ഈ 4 പ്രൊഫഷൻ ഞാൻ പുറത്തുപോയി അല്ല ചെയ്തത്, ഫിലിം ഇൻഡസ്ട്രിക്കുള്ളിലാണ് ചെയ്തത്. ഞാൻ പുറത്തുപോയി കാർപ്പന്റർ ജോലി ചെയ്തില്ല, ഞാൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പോയില്ല, ഞാൻ ഇതിനകത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. TV പ്രൊഡ്യൂസറിൽ നിന്ന് മ്യൂസിക് ഡയറക്ടറായി, മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് സിംഗറായി, പിന്നെ സിംഗർ ആയതിനു ശേഷം ഇപ്പോ ആക്ടർ ആകാൻ ശ്രമിക്കുകയാണ്, ഹീറോ ആകാൻ. ബട്ട് അതേ ഇൻഡസ്ട്രി തന്നെയല്ലേ. ഞാൻ ഹീറോ ആയിരുന്ന സമയത്ത് മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്നു. ആ ഇമേജ് ഓൾറെഡി എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. ഒരു മ്യൂസിക് ഡയറക്ടറായി, സിംഗർ, അതെല്ലാം തന്നെ എന്റെ ബെസ്റ്റ് ആയിരിക്കണം. എന്റെ മ്യൂസിക്കിലാണ് ഈ സിനിമ വരുന്നത്. പറ്റാവുന്നത്ര നന്നായി പെർഫോം ചെയ്യണം. ജനങ്ങൾക്കത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിജയ് തനുജയാണ്. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഈ പ്രൊഫഷനു വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഇതിലും ഞാൻ നന്നായി ട്രൈ ചെയ്യും. അഭിനയിക്കുന്ന സിനിമയെക്കുറിച്ച് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം താങ്കൾ ജീവിതത്തിൽ ചിരിച്ചു കണ്ടിട്ടേയില്ല. താങ്കൾ ചിരിച്ചാരും കണ്ടിട്ടില്ല. അതായത് എപ്പോഴും ട്രാജഡി സീനിലുള്ളതുപോലെയാണ്. ഈ സിനിമയും ദേവദാസ് പോലെയുള്ള ഒന്നാണോ, അല്ലെങ്കിൽ ദിലീപ് കുമാറിനെ പോലെ ട്രാജഡി കിങ്ങായിട്ട് മാറുമോ? അതായത് ഞാൻ എന്തുകൊണ്ടാണ് ചിരിക്കാത്തതെന്ന് വെച്ചാൽ, അതായത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ വീഡിയോയിൽ. പെൺകുട്ടികൾ വിട്ടിട്ട് പോകും. പക്ഷെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ജീവിതത്തിൽ നടക്കുന്നോർത്ത് എനിക്ക് തന്നെ ചില സമയത്ത് ചിരി വരുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തന്നെ മനസ്സിലാവില്ല. അതായത് ആപ്കാ സുരൂർ ബേസിക്കലി ഒരു ത്രില്ലർ മൂവിയാണ്. വളരെ ഫാസ്റ്റ് ബേസ്ഡ് ഫിലിം. പക്ഷെ ഒരു ആംഗിളിൽ അതിലുള്ള റൊമാൻസ് റിയൽ ലൈഫ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടതാണ്. അതിലുള്ള വളരെ ഇന്റൻസീവായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു യൂണിക്കായിട്ടുള്ള കാര്യമാണ്. പ്രീ കമന്റ് ഉണ്ട്, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, തൊപ്പിയുമായി ബന്ധപ്പെട്ട അങ്ങനെ പലതും. പറഞ്ഞു വന്ന മനസ്സിലാക്കാൻ സാധിക്കുമോ താങ്കൾ ക്യാപ്പ് ധരിക്കുമോ ഇല്ലയോ? താങ്കൾ ക്യാപ്പ് ഊരിയാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിലൊരു 10 മിനിറ്റ് പോർഷൻ ഉണ്ട്. ആ സീനിൽ ഞാൻ ക്യാപ്പ് ഇട്ടിട്ടുണ്ടാവില്ല. അതിന്റെ ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് അത് ആൾസോ കണക്റ്റഡ് വിത്ത് വെരി ത്രില്ലിംഗ് ഫിക്ഷൻ പ്ലോട്ട്. കാരണം അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു രംഗം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരാൾ പണം മുടക്കുകയല്ല, ഒരിക്കലും ലോസ് വരരുത്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സ്കെയിൽ വളരെ വലുതാണ്. ആൻഡ് പ്രശാന്തും വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഈവൻ ഗാരി പോൾ, അദ്ദേഹം കാസിനോ റോയലിന്റെ ആക്ഷൻ മാസ്റ്ററാണ്, അദ്ദേഹമുണ്ട്. അപ്പൊ താങ്കളുടെ വലിയ രീതിയിലുള്ള സ്റ്റണ്ടൊക്കെ കാണാൻ സാധിക്കും. അതായത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാണുന്നവർ കഴിയാത്തൊന്നും ചെയ്തു എന്ന് പറയാൻ പാടില്ല. ഞാൻ കോൺഷ്യസായി ഇൻഡസ്ട്രിയിൽ ഗ്രോ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങളെല്ലാം ബോധ്യമുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് എന്തൊക്കെ പറ്റും. ഞാൻ ഈ സിനിമയിൽ ഹിമേഷ് രേഷ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. ഐ എം പ്ലേയിങ് HR. എല്ലാവരും വിശ്വസിക്കുന്ന പോലൊരു ക്യാരക്ടറാണ് ഞാനിതിൽ ചെയ്യുന്നത്. ഈ ഫിലിം തീർച്ചയായും ഇറ്റ്സ് വെരി വെരി ഒരു കാര്യത്തിൽ മാത്രം ഒരു വ്യക്തത വേണം. ഈ സിനിമയിലും പെൺകുട്ടി താങ്കളെ വിട്ടിട്ട് പോകും. ഇപ്പൊ നിങ്ങളുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞാൽ പിന്നെ സിനിമ ആണ് തിയേറ്ററിലേക്ക് ആരാ വരിക? ധാരാളം സിംഗേഴ്സ് ഉണ്ട്. അവര് ആദ്യത്തെ പ്രാവശ്യം അവരുടെ ലെക്ക് ട്രൈ ചെയ്തു. സോണു നിഗം സിനിമയിലൊന്ന് ട്രൈ ചെയ്തു. ആ പടം ഫ്ലോപ്പായി. ഇനി ജീവിതത്തിൽ ഞാൻ അഭിനയിക്കില്ലെന്ന് അദ്ദേഹം സത്യം ചെയ്തു. കുമാർ സാനു ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹവും ഫെയിലായി. താങ്കൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? അതായത് അവരുടെ എല്ലാം അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ സംഭവിക്കില്ല. അവരുടെ അനുഗ്രഹമില്ലെങ്കിൽ തീർച്ചയായും അങ്ങനെ സംഭവിക്കൂ. ആൻഡ് സോ ഫൈനലി ഞാൻ ആപ്കി അദാലത്തിൽ വന്നിരിക്കുകയാണ്. ജനങ്ങളുടെ അനുഗ്രഹത്തോടെ ഇവിടുന്ന് പോകൂ. ഒരു എക്സാമ്പിളുണ്ട്. അതായത് കിഷോർ കുമാർ സാർ, അദ്ദേഹം ഒരു വളരെ വലിയ എക്സാമ്പിളാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് കോമഡിയിൽ അദ്ദേഹം വളരെ അത്ഭുതകരമായ കോമഡിയാണ് പെർഫോം ചെയ്തിരുന്നത്. വളരെ സക്സസ്ഫുള്ളായ ഒരു എക്സാമ്പിളാണ്. അദ്ദേഹം ഒരു റോൾ മോഡലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ അതിനെ എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, വേണ്ട, ഇതും കോൺട്രവേഴ്സിയായി മാറും. ശരി, ഇപ്പൊ ജനങ്ങളോട് ചോദിക്കാം. അവർ പല ചോദ്യങ്ങളും ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സാർ, നിങ്ങളുടെ സോങ്ങിലേക്ക് മിക്കവാറും നിങ്ങൾ ഇമ്രാൻ സാറിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ഇമ്രാൻ ഹാഷ്മിയോടൊപ്പം ആയിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ട്.
അത് അക്സറിലാണ്. പിന്നെ മറ്റൊരു പാട്ടും കൂടി ഉണ്ടായിരുന്നു. സോ ഇമ്രാൻ ഹാഷ്മിക്കും എനിക്കും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അക്ഷയ് കുമാർ സാറിന് ചെയ്തിട്ടുണ്ട്, അതും നല്ല ഹിറ്റായിരുന്നു. ബോബി ഡിയോൾ സാറിന് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം സാഹിദ് കപൂറിനും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇമ്രാൻ ഹാഷ്മിക്ക് വേണ്ടി മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ബട്ട് അദ്ദേഹം പാട്ട് വളരെ മനോഹരമായി ക്യാരി ചെയ്തിരുന്നു. അക്ഷയ് കുമാർ സാറും അതുപോലെ തന്നെ, അതായത് അർമാൻ, ഹംകോ ദിവാന ക്യാരി ചെയ്തു. ഈ കാര്യത്തിൽ ആക്ടേഴ്സ്, ഫിലിം പ്രൊഡ്യൂസേഴ്സ്, ഫിലിം ഇൻഡസ്ട്രി, അങ്ങനെ നല്ല മീഡിയ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇക്കാര്യം ഇവിടെ പറയുന്നത്. അതല്ലാതെ ഞാൻ ഇത് മനഃപൂർവ്വം ഇവിടെ പറയാൻ തീരുമാനിച്ചതല്ല. ഞാൻ ഒരു കാരണവുമില്ലാതെ അല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ഇതാണ് യഥാർത്ഥ സത്യം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഹിമേഷ് രേഷ്മയെ എനിക്ക് വളരാൻ കഴിയില്ലായിരുന്നു. താങ്കൾ ഈ കാര്യവും അംഗീകരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട് എന്റെ ആൽബം വിറ്റ അളവില് വേറെ ആരുടെ ആൽബം വിറ്റില്ലെന്ന്. അപ്പൊ താങ്കൾ കുറച്ച് ഓവറായിട്ടല്ലേ സംസാരിക്കുന്നത്? അതെ, അത് സത്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കത് മനസ്സിലാവുന്നില്ല. അതെ, ഒരു പക്ഷേ ഏതോ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ടോണിൽ, ഒരു ട്രസ്റ്റ് ഔട്ടായ കാര്യത്തിൽ, വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ അറിയാതെ വന്നിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിയതാവാം. ആപ്കാ സറൂർ ആൽബം വളരെ നന്നായി മൂവായിരുന്നു. അതൊരു ഇൻഫർമേഷൻ പോലെയാണ് ഞാൻ ഷെയർ ചെയ്തത്. പക്ഷേ അതിലും ഒരു കുറവുണ്ടായി, ഒരു തെറ്റ് ചെയ്ത പോലെ. ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാർ, താങ്കളോടുള്ള എന്റെ ചോദ്യം എന്താണെന്നാൽ, താങ്കളുടെ റിയൽ ലൈഫിലും ഏതെങ്കിലും ഒരു പെണ്ണ് താങ്കളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ? അയ്യോ, അതുകൊണ്ടാണ് ഈ സിനിമ റെഡിയാവുന്നത് തന്നെ. അത് എത്രയും പെട്ടെന്നൊന്ന് ഇറങ്ങട്ടെ. എല്ലാരും ചോദിക്കുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്, അതാരാണ്? അവൾ ആര്? ആരാണവൾ? അത് എന്തു പറയാനാ? എനിക്കിപ്പോ ഒരു കാര്യമേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഈ കാര്യം ഇപ്പൊ വിട്ടേ. എനിക്ക് കുറച്ച് കൂടുതൽ പരിക്ക് പറ്റിയെന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, പരുക്കെന്ന് അതിനെ എനിക്ക് അങ്ങനെയുള്ള പരിക്കുകളൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചില എക്സാമ്പിൾസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എൻ്റെ മമ്മി എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിന്റെ കർമ്മ എത്രമാത്രം ബെറ്ററാണോ നിന്റെ ജീവിതം അതുപോലെ ആയിത്തീരുമെന്ന്. അതുകൊണ്ട് ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കാനേ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ. ഒരു 1% ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഐ പ്രോമിസ് യു, ഞാനൊരു നല്ല മനുഷ്യനാവാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. താങ്കൾ ഈ കാര്യത്തെക്കുറിച്ച് പാട്ടുപാടി പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നെന്ന്? ഏത് പാട്ടാ ഇപ്പൊ പാടുന്നത്? സർ, ഞാൻ നിന്നുകൊണ്ട് പാടിക്കോളാം. തീർച്ചയായും. തനഹയ്യാ 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 സാരാ ആലം സാരെ മौसम सारी खुशियाँ सारी दुनिया तेरे बगैर तन्हाइया 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 तुझे भूल जाना जाना तुझे भूल जाना जाना मुमकिन नहीं तू याद ना आए ऐसा कोई दिन नहीं ओ तू याद ना आए ऐसा कोई दिन नहीं तुझे भूल जाना जाना मुमकिन नहीं तू याद ना आए ऐसा कोई दिन नहीं ओ अब ഈ ഒരു പാട്ടും കൂടി പാടാം. ഇവിടെ പ്രേതമൊന്നും വരാതെ നോക്കിക്കോണേ. झलक दिखला जा एक बार एक बार एक बार एक बार एक बार आजा जा 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 एक बार आजा जा 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 झलक दिखला जा
झलक दिखला जा, एक बार आजा जा 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 जा।